സിംഹവും എലിക്കുഞ്ഞും. ഒരിക്കൽ ഒരു സിംഹരാജാവ് തന്റെ ഗുഹയ്ക്കരികിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ ദീർഘനിദ്രയിലാണ്. ആ സമയത്താണ് ഒരു കുഞ്ഞു ചുണ്ടലി അതുവഴി വന്നത്. കുസൃതിക്കാരനായ അവൻ ഓടിച്ചാടി കളിച്ചുകൊണ്ടാണ് വന്നത്. സിംഹരാജാവ് കിടന്നുറങ്ങുന്നത് അവന്റെ കണ്ണിൽപ്പെട്ടില്ല. ചാടി ചാടി അവൻ അറിയാതെ സിംഹത്തിന്റെ ദേഹത്ത് വന്നു വീണു. പേടിച്ചരണ്ട അവൻ സിംഹത്തിന്റെ മൂക്കിന് മുകളിലൂടെ ഓടി. ഉറക്കമുണർന്ന സിംഹം അലറി എലിയുടെ മേൽ ചാടി വീണു. പാവം ചുണ്ടലി സിംഹത്തിന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു. അവൻ സിംഹത്തോട് തന്നെ വെറുതെ വിടണേ എന്ന് യാചിച്ചു. സിംഹരാജാവേ, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. എന്നെ വെറുതെ വിട്ടാൽ ഇതിനു പകരമായി ഞാൻ എന്തും ചെയ്യും. എന്നെങ്കിലും എന്നെ കൊണ്ട് അങ്ങേക്ക് ഉപകാരമുണ്ടാവാതിരിക്കില്ല, എലി പറഞ്ഞു. എലിയുടെ ദയനീയാവസ്ഥ കണ്ട് സിംഹത്തിന്റെ മനസ്സലിഞ്ഞു. അവനെ പോകാൻ അനുവദിച്ചു. എന്നാൽ സിംഹം പറഞ്ഞു, ഇത്തിരിയുള്ള നീ എന്നെ എങ്ങനെ സഹായിക്കാനാണ്? തമാശ പറഞ്ഞെന്നെ ചിരിപ്പിക്കാതെ. നിന്റെ യാചന കണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്. മേലിലിനി നീ എന്നെ ശല്യം ചെയ്യാൻ വരരുത്. വന്നാൽ നിന്റെ അന്ത്യമായിരിക്കും. ഇവിടെ നിൽക്കാതെ വേഗം പൊയ്ക്കോ എവിടേക്കെങ്കിലും. പാവം എലിക്കുഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കുറെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം സിംഹരാജാവ് ഇര തേടാൻ പുറത്തിറങ്ങിയതായിരുന്നു. കാട്ടിലൂടെ അലഞ്ഞ സിംഹം മൃഗങ്ങളെ പിടികൂടാൻ വേട്ടക്കാർ ഒരുക്കിവെച്ച വലയിലകപ്പെട്ടു. സിംഹം ആകെ അസ്വസ്ഥനായി. രക്ഷപ്പെടാനാവും വിധം പരിശ്രമിച്ചെങ്കിലും അടവുകളൊന്നും തന്നെ ഫലിച്ചില്ല. പാവം സിംഹരാജാവ് നിരാശനായി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പഴയ ചുണ്ടലി അതുവഴി വന്നത്. വേട്ടക്കാരുടെ വലയിലകപ്പെട്ട സിംഹരാജാവിനെ അവൻ കണ്ടു. വേട്ടക്കാർ എല്ലാ ദിവസവും മൃഗങ്ങളെ ഓരോന്നായി കെണിയിൽ അകപ്പെടുത്തി അവരുടെ വലിയ വണ്ടിയിൽ കൊണ്ടുപോകുന്നതിനെ പറ്റി അവൻ അറിഞ്ഞിരുന്നു. സിംഹരാജാവിന്റെ ദയനീയാവസ്ഥ കണ്ട് അവൻ തന്റെ താമസ സ്ഥലത്തേക്ക് ഓടി. അവിടെ നിന്നും അവൻ ഒരു പറ്റം എലികളുമായി തിരിച്ച് സിംഹത്തിന്റെ അടുത്തെത്തി. നൂറുകണക്കിന് വരുന്ന അവന്റെ കൂട്ടുകാർ ആ കട്ടിയുള്ള വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. വേട്ടക്കാർ എത്താനുള്ള സമയമായി തുടങ്ങി. അവനും അവന്റെ കൂട്ടുകാരും വളരെ വേഗത്തോടെ വല കടിച്ചു മുറിച്ച് സിംഹത്തിന് പുറത്തു കടക്കാവുന്ന വിധത്തിലാക്കി. അങ്ങനെ വേട്ടക്കാർ എത്തും മുമ്പേ സിംഹം വലയിൽ നിന്നും പുറത്തിറങ്ങി. അങ്ങനെ ബുദ്ധിമാനായ കുഞ്ഞനെലി സിംഹരാജാവിനെ വലിയൊരാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ചുണ്ടലിയുടെ കഴിവിനെ പരിഹസിച്ച സിംഹത്തിന് വളരെയേറെ കുറ്റബോധം തോന്നി. സിംഹരാജാവ് എലിക്കുഞ്ഞിനോട് മാപ്പു പറഞ്ഞു. അപ്പോൾ എലിക്കുഞ്ഞു പറഞ്ഞു, അല്ലയോ സിംഹരാജൻ, അങ്ങ് എന്നോട് മാപ്പ് പറയുകയോ? ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തപ്പോൾ താങ്കൾ കാണിച്ച കാരുണ്യം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. എനിക്ക് അങ്ങയെ ഈ അവസരത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞത് ഞാൻ എന്റെ ഭാഗ്യമായാണ് കരുതുന്നത്. അങ്ങനെ അന്നു മുതൽ സിംഹരാജാവും ചുണ്ടലിയും വളരെ നല്ല സുഹൃത്തുക്കളായി മാറി.